നമസ്കാരം. മമ്മൂട്ടി അതിഥി വേഷം ചെയ്ത കഥ പറയുമ്പോൾ സിനിമയിൽ അശോക് രാജ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, സൂപ്പർ സ്റ്റാർ. ചുവന്ന കല്ലുകളുള്ള കടുക്കനിട്ട ബാലൻ എന്ന എൻ്റെ സഹപാഠിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമല്ലോ. ശശിധരനെ മമ്മൂക്ക പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ആ കടുക്കനിട്ട നമ്മുടെ ഷീനിച്ചേട്ടനെ വെറുതെ ഓർത്തുപോയി. ഉമർ ഷെരീഫ് എന്ന പേരടക്കം എത്രയോ പേരുകൾ സ്വന്തമായി ഇട്ട് കൂട്ടുകാരെ പറ്റിച്ച മുഹമ്മദ് കുട്ടിയെ മമ്മൂട്ടിയാക്കിയ ശശിധരനോട് മലയാളികൾ നന്ദി പറയണം. ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ 2 ഫോൺ നമ്പറിലും കേരളത്തിൽ നിന്നാവട്ടെ, ഇന്ത്യയിൽ നിന്നാവട്ടെ, വിദേശത്തു നിന്നാവട്ടെ, 100 കണക്കിന് പേര് വിളിക്കുകയാണ്. സാറേ, ഒരു എപ്പിസോഡ് ആ ബാദുഷ എന്ന് പറഞ്ഞ ദ്രോഹിയെക്കുറിച്ച് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇതിൽ ഓഡിയോ കേൾപ്പിക്കാം. നിങ്ങൾ കേൾക്കണം. ഒരു ഓഡിയോ ഒരെണ്ണമെങ്കിലും ഞാൻ കേൾപ്പിക്കാം, ഒരു ഓഡിയോ എങ്കിലും. അതുപോലെ എനിക്ക് വന്ന പോസ്റ്റുകളിൽ ചിലത് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കള്ളമല്ല പറയുന്നത്. ചേട്ടാ, ഈ വെടിക്കെട്ട് സിനിമയിൽ 600 രൂപ മുതൽ ഏതാണ്ട് 3000-3500 രൂപ വരെ ഓഡിഷനാണെന്നും പറഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈ ബാദുഷ. അതായത് 600 രൂപ കൊടുത്താലേ അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവന് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരെയും കൊണ്ട് നമുക്ക് നേരെ ഇവൻ്റെ വീട്ടിലേക്ക് ജാഥ നടത്താം. കഴിഞ്ഞ എന്തുട്ടാ ഇപ്പോൾ പറയണേ, എറണാകുളത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ജാതി ആയിരിക്കും. അപ്പോൾ അത് ഈ പൈസ കൊടുത്ത ആൾക്കാരുടെ വെറുതെ ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. ഇവൻ പൈസ കൊടുക്കാൻ ആൾക്കാരൊക്കെ ക്യൂ ആയിട്ട് നിൽക്കും. 600 രൂപ മുതൽ 3500 വരെ മേടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വോയിസ് ക്ലിപ്പ് അയക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പേരെ നമുക്ക് അയക്കാൻ പറ്റും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ചേട്ടാ, ഇവന് ഈ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവന് എന്തുട്ട് ചെയ്യണവൻ? ഇവൻ മരിച്ചു കഴിയുമ്പോൾ ഇവൻ കൊണ്ടുപോകാതിരിക്കുക. അപ്പൊ ഈ ചങ്ങായി എന്താ വിചാരിക്കണേ? ബാദുഷ എന്ന് പറഞ്ഞാൽ മറ്റേ മലയാള സിനിമയിലെ ബാദുഷ എന്നാ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ബാദുഷ എന്നാ, അല്ലെങ്കിൽ ഈ ഭൂലോകത്തിന്റെ ബാദുഷ എന്നാ? തേങ്ങ മോഷ്ടിച്ചവനാണെങ്കിൽ തലയിൽ ചകിരി കാണുമെന്ന് ചായക്കടയിലിരുന്ന് ഒരാൾ ചുമ്മാ വച്ച് കാച്ചി. തേങ്ങ മോഷ്ടിച്ചിട്ടുണ്ടോ, അവൻ്റെ തലയിൽ ചകിരി കാണും എന്ന് ചുമ്മാ അടിച്ചു. ചായ കുടിച്ചോണ്ടിരുന്ന കള്ളൻ, തേങ്ങ മോഷ്ടിച്ച കള്ളൻ, ആരും കാണാതെ തലയിൽ പതിയെ തപ്പി നോക്കി കൈയോടെ കള്ളനെ പിടികൂടുകയും ചെയ്തു. ഇന്ന് മീഡിയ 1 ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഹരീഷ് കണാരൻ തുറന്നു പറയുന്നു, എൻ്റെ പക്കൽ നിന്ന് 20 ലക്ഷം കടം വാങ്ങിയിട്ട് തരാതിരിക്കുകയും കഴിഞ്ഞ 3 വർഷമായിട്ട് എന്നെ സിനിമയിൽ നിന്ന് ഒതുക്കുകയും ചെയ്തത് മറ്റാരുമല്ല, മലയാള സിനിമയെ കഴിഞ്ഞ 2-3 വർഷം തൻ്റെ കാൽ കീഴിൽ ചവിട്ടി നിർത്തിയ ബാദുഷയാണ് എന്ന് തുറന്നു പറഞ്ഞു. അത്രയെങ്കിലും ചെയ്തു ഹരീഷ് കണാരൻ. ഈ അഭിമുഖം ലൈവിൽ പോയ ശേഷം എൻ്റെ 2 ഫോണുകളും സത്യസന്ധമായി പറയുന്ന റെസ്റ്റില്ലായിരുന്നു. ചേട്ടൻ പേര് പറയാതെ പറഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ആളെ പിടികിട്ടി. വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് ഇയാളെ പറ്റി ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഒരു 100 മെസ്സേജൊന്നും അല്ല എനിക്ക് വന്നത്. വെള്ളിയാഴ്ച ചേട്ടാ വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ, വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാം അത് തന്നെ ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാം ജയേട്ടനെ കുറിച്ചാണ് ചെയ്തത്. ഇത് നേരത്തെ ചിത്രീകരിക്കുമെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത്, എന്നെ വിളിച്ചവരിൽ മെസ്സേജ് അയച്ചവരിൽ ഏറിയ പങ്കും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. അതെന്തുകൊണ്ട് എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഞാൻ കരുതി അവർ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ്. പക്ഷേ വിദേശത്തു നിന്ന് എന്നെ വിളിച്ചവരും മെസ്സേജ് അയച്ചവരും ഒക്കെ മുസ്ലിങ്ങളാണ്. വിടരുത് ചേട്ടാ എന്നാണ് എൻ്റെ പറഞ്ഞത്. 20 ലക്ഷം കഷ്ടപ്പെട്ട കാശ് പോട്ടെ ഹരീഷേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെങ്കിലും തുറന്നു പറഞ്ഞല്ലോ ആ പേരുകാരനെ എന്ന് ഞാൻ പറയും. ഞാനുമായി നല്ല ബന്ധമായിരുന്നു ബാദുഷയ്ക്ക്. ഞാൻ ഈ കൊറോണ സമയത്ത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ പട്ടിണി കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ഓരോരുത്തർക്കും ഓരോ കിറ്റ് വെച്ച് എല്ലാ വീടുകളിലും, കേരളത്തിലെ മുഴുവൻ വീടുകളിലും എത്തിച്ചു. ആ സമയത്ത് നമ്മളൊരു എപ്പിസോഡ് ചെയ്തു. ബാദുഷമാരുണ്ടായിരുന്നാൽ പട്ടിണി കിടക്കാതെ ജീവിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ അത് കഴിഞ്ഞ് ഇയാളുടെ ചെയ്തികൾ കണ്ടപ്പോൾ മലയാള സിനിമ ഒരു അപകടത്തിലേക്ക് പോകണമെന്ന് കണ്ടപ്പോൾ നമ്മളൊരു എപ്പിസോഡ് ചെയ്തു. അപ്പോൾ എന്നെ ബാദുഷ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നെങ്കിൽ ചേട്ടൻ എന്നോട് ചോദിക്കാമായിരുന്നു.
ഞാൻ ചോദിക്കില്ല. ഇപ്പോൾ ഞാൻ മലയാള മനോരമ, മഴവിൽ മനോരമയിൽ സീരിയലുകൾ ചെയ്യുന്ന ഒരു കുള്ളൻ കൈക്കൂലി വാങ്ങുന്നു, അവൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി ചോറ്റാനിക്കരയിൽ വലിയ ഫ്ലാറ്റൊക്കെ വാങ്ങി, വലിയ വില കൂടിയ കാറൊക്കെ വാങ്ങി ആഡംബര ജീവിതത്തോടെ നയിക്കുന്നു. ഞാൻ കൊടുത്ത 6 or 7 സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ആ 7 കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആ കഥകളെടുത്ത് മറ്റുള്ളവരെ കൊണ്ട് സംവിധാനം ചെയ്യിച്ചു. ഈ സംവിധാനം ചെയ്യുന്നതിനൊക്കെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ ഈ കുള്ളന് കൈക്കൂലി കൊടുക്കുന്നവരാണ്. മലയാള മനോരമയിൽ നിന്ന് ഒരാൾ ബാറിൽ പോയി മലയാള മനോരമയുടെ ടാഗ് ഇട്ടുകൊണ്ട് മദ്യപിച്ചാൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സ്ഥാപനമല്ലേ? അങ്ങനെയുള്ളവരടുത്ത് പെണ്ണും വെള്ളവും കാശിനും വേണ്ടി സീരിയൽ എടുക്കാൻ വരുന്ന നിർമ്മാതാവിൻ്റെ നിന്നും സംവിധായകൻ്റെ നിന്നും പെണ്ണും വെള്ളവും കാശും വാങ്ങുന്നവനെ മനോരമ വച്ചുകൊണ്ടിരിക്കാമോ എന്നൊക്കെ കേട്ട് വിശദമായ ഒരു കത്തെഴുതി മനോരമയുടെ ഈ സീരിയലിൻ്റെയൊക്കെ ഫിക്ഷൻ്റെ ഹെഡായ മനോരമയുടെ മുതലാളിക്ക് അയച്ചു കൊടുത്തു. അയാളുടെ പേര് ജയന്ത് മാമൻ. അയാൾക്ക് അയച്ചു കൊടുത്തു. ഞാൻ വിചാരിച്ചു മനോരമയല്ലേ, അവർ കൃത്യമായി അന്വേഷിച്ച് സത്യസന്ധമാണോ ഇയാൾ പറയുന്ന കാര്യങ്ങളെന്ന് അന്വേഷിച്ചിട്ട് നടപടി എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞാൻ ഏത് ആളിനോട് പരാതി പറഞ്ഞു, ആ കുള്ളൻ്റെ കയ്യിൽ തന്നെ ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ശാന്തിയുള്ള ദിനേശിൻ്റെ ഒരു പരാതി വന്നിട്ടുണ്ട്, ഇത് അന്വേഷിച്ച് മറുപടി തരാം. ആര്? എല്ലാ പോകൃത്തിനും കാണിക്കുന്നതിൻ്റെ കൈ കൊടുത്തിട്ട് പറയാ, താൻ കള്ളമൊക്കെ ചെയ്തോന്നൊന്ന് പറയാമെന്ന്. എനിക്ക് ഇന്ന് ഈ ഹോർത്തൂസിൻ്റെ പ്രോഗ്രാമിൽ ഈ ജയന്ത് മാമൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു മനോരമയുടെ ഒരു അവസ്ഥ. ഈ പയ്യനെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ചെറുപ്പക്കാരനാണ്. അയാളില്ല, അയാളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മയെക്കുറിച്ച് ഒരു കത്ത് കൊടുത്തപ്പോൾ, എന്നെ ചതിച്ചതിനെക്കുറിച്ച് ഒരു കത്ത് കൊടുത്തപ്പോൾ ഞാൻ ആരെ പേര് പറഞ്ഞ് അവൻ്റെ കൊടുത്തു. ഞാൻ ചെന്നപ്പോൾ, ഞാൻ ഇതൊന്നും അറിയാതെ കയറി ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ എൻ്റെ പേരിൽ ജയന്ത് മാമന് ഒരു മെയിൽ ചെയ്തു. ഞാൻ ചെയ്തു. അതെന്താണ് നിങ്ങൾ അങ്ങനെ എന്നെപ്പറ്റി ഇങ്ങനെ പറയാൻ? ഞാൻ അത് താരുണ്ടോ ചോദിക്കാൻ? ഞാൻ ആർക്ക് മെയിൽ ചെയ്യണം, ആർക്ക് കത്തെഴുതണം, ആർക്ക് പരാതി കൊടുക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കണം. അത് നിങ്ങളാരാ? അല്ല, ജയന്ത് മാമ അത് എൻ്റെ ഇല്ലാതെ തന്നത് അന്വേഷിക്കാൻ. മനസ്സിലായ? മനോരമയിൽ എന്നെ കളിക്കാൻ, എനിക്കിട്ട് കളിക്കാനൊന്നും ഒന്നും പറ്റില്ല. ജയന്ത് മാമ എൻ്റെ പോക്കറ്റിലെ കിടക്കണമെന്നാണ് എല്ലാം എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പോലെ ബാദുഷ എന്നോട് ചോദിക്കുകയാണ്, ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും സംശയം ആരെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ ചേട്ടൻ എന്നെ വിളിച്ച് ചോദിക്കണമായിരുന്നു. ഞാൻ ചോദിക്കില്ല, ഒരാളോടും ചോദിക്കില്ല. ഒരാളിനെ പറ്റി പരാതി പറഞ്ഞാൽ നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടല്ലോ എന്ന് കേൾക്കില്ല. നമ്മൾ പ്രോഗ്രാം ചെയ്യേ ഉള്ളൂ. പെട്ടെന്ന് ഒരുപാട് സിനിമകൾ വന്നു ചേരുകയും 2-3 വർഷം ചില നടന്മാരുടെ ഡേറ്റുകൾ, നടിമാരുടെ ഡേറ്റുകൾ മുഴുവൻ കൈവശം വെച്ച് നോക്കുകൂലി വാങ്ങി മറച്ചു വിറ്റ് നഖം നനയാതെ നത്ത എടുക്കുന്ന പോലെ ഉള്ള പണി കാണിക്കുകയും തനിക്കിഷ്ടമില്ലാത്തവരെ ഒതുക്കുന്ന പണികൾ തുടങ്ങുകയും ചെയ്ത ശേഷം ബാദുഷ സാറിനെ നമ്മൾ അവിടെ വെച്ചാണ് വിട്ടത്. അതുവരെ എനിക്ക് ബാദുഷ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് കൊള്ളരുതായ്മകൾ. മലയാള സിനിമയെ മുച്ചൂട് നശിപ്പിക്കുന്ന കളികൾ കളിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞാനങ്ങ് വിട്ടു. ഞാനതാണ് പഠിച്ചിട്ടുള്ളത്. ഇനി എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അച്ഛൻ ചെയ്താലും ഞാൻ ഇങ്ങനെ പെരുമാറും. ഫെഫ്കയുടെയും അമ്മയുടെയും ഒക്കെ നേതാക്കൾ പോലും പലതും കണ്ടില്ല എന്ന് നടിച്ച് നടന്നു. അവർക്കൊക്കെ ഇതറിയാം. ഫെഫ്കയുടെ ഭൗതികമായി സംസാരിക്കുന്ന ആളിനൊക്കെ ഇതറിയാം. പക്ഷേ വിവരം അറിയും, ചെയ്യില്ല. ഒതുങ്ങിയാലോ യവൻ എന്ന് പേടിച്ചിരിക്കാം. തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ പോയി. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ദിവസം 800-ഉം 700-ഉം 1000-ഉം ഒക്കെ കിട്ടുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വരെ നിർമ്മാതാവിൽ നിന്നും കാശ് വാങ്ങിയിട്ട് 100-ഉം 120-ഉം സിനിമകളിൽ നിന്നും കാശ് ചോദിച്ചവരെ ഒഴിവാക്കുക പോലും ചെയ്തു എന്ന് എന്നെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് വിളിച്ചു പറഞ്ഞു. സാറേ, ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന ആൾ, സാറേ ഞങ്ങളുടെയൊക്കെ അന്നത്തിൽ കൈയിടുന്നവനാണ് ഈ റാസ്കൽ. ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ 100 പേരെ കൊണ്ടുവരാൻ പറഞ്ഞാൽ 100 പേരെ കൊണ്ടുവരും, എന്നിട്ട് പൈസ തരാമെന്ന് പറയും. ആ 100 പേരെ പൈസയും പ്രൊഡ്യൂസറിൽ നിന്ന് വാങ്ങി ഇയാൾ എടുക്കും. സാറേ തരില്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ വിളിച്ചതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് തെളിവിന്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. കൂട്ടത്തിൽ മറച്ചു വയ്ക്കാതെ ഈ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയണം. ബാദുഷയുടെ ഗ്യാങ്ങിൽ ഈ പറയുന്ന ഹരീഷ് കണാരൻ പെട്ടല്ലോ. അപ്പോൾ നിരന്തരമായി ഹരീഷിന് സിനിമ കിട്ടി, ഇഷ്ടംപോലെ സിനിമ കിട്ടി. ആ സമയത്ത് ഹരീഷ് കണാരൻ മോശമല്ലാതെ അഹന്ത കാണിച്ചവനാണ് എന്ന് എൻ്റെ ഒരു സിനിമാ സംവിധായകൻ വിളിച്ചെന്നെ പറഞ്ഞു. ദിനേശിനെ അറിയില്ലാത്തതുകൊണ്ടാണ് ദിനേശേ. ഈ ബാദുഷയുടെ കസ്റ്റഡിയിലായപ്പോൾ വർഷത്തിൽ 365 ദിവസവും സിനിമ കിട്ടിയപ്പോൾ ഈ ഹരീഷ് കണാരൻ അഹങ്കരിച്ചത് ദിനേശിനെ അറിയാമോ? ഞാൻ ഇല്ല. അയ്യോ, ഭയങ്കര അഹങ്കാരമായിരുന്നു. കാരണം പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് ചോദിച്ചു ഗരുഡ സൗഖ്യമായെന്ന് ചോദിച്ച പോലെ, എടാ ഞാൻ ബാദുഷയുടെ കൂടെ ഉണ്ടാ 100 സിനിമ ഇറങ്ങുമെങ്കിൽ 90-ൽ ഞാൻ ഇനി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ആരെ പേടിക്കണമെന്നുള്ളൊരു രീതിയിൽ ഹരീഷ് ഒരുപാട് സിനിമാക്കാരോട് പ്രതികരിച്ചു, ഒരുപാട് ഷൂട്ട് സ്ഥലത്ത് പ്രതികരിച്ചു എന്നാണ് എന്നെ ഒരു സംവിധായകൻ വിളിച്ച് പറഞ്ഞത്. അത് ശരിയാണോ എന്ന് ഹരീഷാണ് പറയേണ്ടത്. അത്രയ്ക്ക് അഹങ്കരിച്ചു എന്ന് പറയുന്നു. അവൻ അത്രയും വേണം, അവൻ അത്രയും കിട്ടണം. 20 ലക്ഷം പോയാൽ
ഇവൻ്റെ സകലതും ബാദുഷ അടിച്ചുകൊണ്ട് പോകണമെന്നാണ് ആ സംവിധായകൻ എന്നോട് പറഞ്ഞത്. ഒരു സമയം ഒരു പടത്തിന് ഒരു കൺട്രോളർ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ഫിഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ തീരുമാനിച്ചു. അത് മേക്കപ്പ് മാൻ ആയാലും കോസ്റ്റ്യൂമർ ആയാലും ആർട്ട് ഡയറക്ടർ ആയാലും എല്ലാം ഒരു പടം ഒരു സമയത്ത് ഒരെണ്ണേ ചെയ്യാവൂ, എല്ലാം കൂടെ വാരി പിടിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ആ സമയത്ത് ഈ ബാദുഷ സാറുണ്ടല്ലോ, അദ്ദേഹം ഡോക്ടറാണ് കേട്ടോ, ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. ഡോക്ടർ ബാദുഷ സാറ് 15 പടം 20 പടമൊക്കെയാണ് ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാ സിനിമകളിലും തൻ്റെ കീഴിലുള്ള കിങ്കരന്മാരെ കൺട്രോളറാക്കും. യവന്മാർ പിന്നെ മാനേജർ, അസിസ്റ്റൻറ്റ്, തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ് കുറേ പേരെ അവർ വയ്ക്കും. ഇവരെല്ലാം ബാദുഷ പറഞ്ഞാൽ തല്ലാനും കൊല്ലാനും രാത്രിയിൽ ഫോൺ വിളിച്ച് തെറി പറയാനും തയ്യാറാവുന്ന വമ്പന്മാരായിരുന്നു. ബാദുഷ അങ്ങനെയാണ് കുറേ കാലം ഭരിച്ചത്, 2-3 വർഷം. പ്രൊഡക്ഷൻ കൺട്രോളർ ഒരു അലവലാതി വയ്ക്കും, അവൻ അവൻ്റെ കീഴിലൊരു പ്രൊഡക്ഷൻ മാനേജർ എക്സിക്യൂട്ടീവിന് വയ്ക്കും, അവൻ അവൻ്റെ താഴെ ഒരു 5-6 മാനേജർമാർ വയ്ക്കും. കള്ളും എല്ലാ കൊള്ളരുതായ്മയും കാണിച്ച് ബാദുഷ സാറിന് ഡോക്ടർ ബാദുഷയെ പറയാറായാടാ മറ്റവനെ എന്ന് പറഞ്ഞ് രാത്രി ഫോൺ ചെയ്ത് ചീത്ത വിളിക്കും, അല്ലെങ്കിൽ കൈ കിട്ടി അടി കൊടുക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പും കൊണ്ടാണ് ബാദുഷ ഈ പറഞ്ഞ 15-20 സിനിമകൾ ചെയ്തിരുന്നത്. എന്നിട്ട് ഫിഫ്കയുടെ നിയമം തെറ്റിക്കാതിരിക്കാൻ ഇയാൾ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സിനിമകളുടെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് എഴുതി കാണിക്കും. അതായത് പ്രൊഡ്യൂസർക്ക് ഇപ്പോൾ 50 കോടി മുടക്കുകയാണെങ്കിൽ അതിൽ 25 കോടി കൊടുത്തത് ഇയാളായിരിക്കും, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി. മനസ്സിലായില്ലേ? അപ്പോൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയാൽ അങ്ങനെ 25 പടത്തിലൊന്നും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവാൻ പറ്റില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, എനിക്കും വിദേശത്തുള്ള മണ്ടന്മാർ ഇഷ്ടം പോലെ കാശ് തരും, ഞാൻ അവന്മാർക്ക് വേറെ ചില്ലറ പണികൾ ചെയ്തു കൊടുത്താൽ മതി. ഞാൻ ആ കാശ് വെച്ച് ഞാൻ 25 സിനിമ ഒരേ സമയം ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് ആർക്ക് സംഘടനയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായാൽ ഒരു നടപടി എടുക്കാൻ പറ്റില്ല എന്നത് വെച്ചാണ് ഇദ്ദേഹം മുതലാക്കിയത്. എന്നാൽ റിസർവ് ബാങ്കിൽ അടിക്കുന്ന കാശ് മുഴുവൻ തനിക്ക് എത്തിക്കുകയാണോ ആൾക്കാർ എന്നെങ്കിലും ഫിഫ്കയിലെ ഒരു തമ്പ്രാനും ബാദുഷയോട് ചോദിച്ചില്ല. അയ്യോ, ബാദുഷയോടല്ല, ഡോക്ടർ ബാദുഷയോട് ചോദിച്ചില്ല. ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഇയാൾക്ക് മാറ്റിനി എന്നാണോ ന്യൂൺഷോ എന്നാണോ എന്തോ പേരുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ടത്രേ. പുതിയ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഇയാൾ ഈ യൂട്യൂബ് ചാനൽ വഴി ഒരു പരസ്യം കൊടുക്കും. ഈ സിനിമയിലേക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള എന്തിനും തയ്യാറായ പെണ്ണുങ്ങളെ കാണാം, 25-നും 30-നും വയസ്സിന് ഇടയിലുള്ള കണാപ്പന്മാരെ വേണം എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കും. എന്നിട്ട് ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വേഷം തരാം, ആദ്യം സ്ക്രീൻ ടെസ്റ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളെ സ്ക്രീൻ ടെസ്റ്റ് കഴിഞ്ഞാലേ നിങ്ങളെ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു വലിയ തുക വാങ്ങിക്കുമെന്ന്. അത് കഴിഞ്ഞ് ക്യാമറാമാൻ, ലൈറ്റ്, അതിൻ്റെയൊക്കെ ചിലവിനെന്ന് പറഞ്ഞ് പിന്നെയും പൈസ വാങ്ങിക്കുന്നു. അങ്ങനെ ലക്ഷങ്ങൾ. ഒരു പടം, പുതിയ പടം തുടങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന മാറ്റിനിയോ ന്യൂൺഷോയോ എന്തോയിലൂടെ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചിരുന്നു. ഞങ്ങളെ പറ്റിച്ചു സാറേ എന്നാണ് ചെറുപ്പക്കാരായ ആണും പെണ്ണും പറയുന്നത്. കാരണം ഇവർ വിശ്വസിച്ച് കൊടുക്കും. കാരണം മലയാള സിനിമ മുഴുവൻ ബാദുഷ സാറല്ലേ, ഡോക്ടർ ബാദുഷ സാറ് ചെയ്യുന്ന പടമാകുമ്പോൾ നമുക്ക് വേഷം കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പറയുന്ന എത്ര രൂപയാണോ അത്രയും കൊടുക്കും. കിങ്കരന്മാരെ വെച്ചാണല്ലോ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അറിയുന്നു OTT പ്ലാറ്റ്ഫോം സ്വന്തമായി അത്തരം കലാപരിപാടി തുടങ്ങിയത്രേ. എന്തായാലും ഒന്നുറപ്പ്, എന്താ പറയുക, കാശ് ഇട്ടവനൊന്നും ഇയാളുടെ കെയർ ഓഫിൽ കാശിട്ട ഒരാൾക്കും കാശ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ തിന്നു കൊഴുക്കുമ്പോഴും ഫെഫ്ക മാക്ട നേതാവായി ഈ ഡോക്ടറെ ആ സംഘടനകളിലുള്ള കഴുതകൾ വിജയിപ്പിക്കും. കാരണം സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയല്ലേ ഡോക്ടർ. ഒതുക്കിയാലോ എല്ലാവരെയും ഒതുക്കുന്ന ഫെഫ്ക തലവൻ പോലും ബൗദ്ധികമായി ഡോക്ടർ ബാദുഷ സാറിൻ്റെ മുന്നിൽ മിണ്ടാട്ടമില്ലാതെ നിൽക്കുമെന്നാണ് പറയണേ. എന്തിനാണ് നമ്മൾ ഫെഫ്കയുടെ നേതാവിനെ പറയണേ? എന്നെക്കാളും പ്രൊവൈറ്റ് ചെയ്ത ഒരാൾ നടന്നാൽ അവനെ സെറ്റിൽ അയാൾ ശരിയാവില്ല കേട്ടോ എന്ന് പറയുന്ന ആളായിരുന്നു ഒരു കാലത്ത് മമ്മൂക്ക. എനിക്കൊരു കഥ അറിയാം. അദ്ദേഹത്തിന് അടിച്ച ഒരു കോട്ട് അതേ മില്ലിലെ തുണിയിൽ, ആ കോട്ടിന് തുണി എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2.5 മീറ്റർ കൂടെ എടുത്ത് അതിൻ്റെ കോസ്റ്റ്യൂമർ ആ ഉടുപ്പ് ഇട്ടുകൊണ്ട് സെറ്റിൽ അറിയാതെ വന്ന് മറന്നുപോയി. പുലി വന്ന് കാറിൽ ഇറങ്ങുമ്പോൾ കാണുന്നത് ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ കോട്ടിൻ്റെ അതേ തുണി, റയമണ്ടിൻ്റെ തുണിയിലാണ് അവൻ ഉടുപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പൈസ പോണ വഴി നിങ്ങൾ അറിയില്ല കേട്ടാ, എനിക്കെടുത്ത കോട്ടിൻ്റെ തുണിയിൽ തന്നെ അത് അവൻ ഉടുപ്പിട്ടിരിക്കണം, അവനെ കട്ട് ചെയ്തെന്ന് പറഞ്ഞു. അന്ന് കട്ട് ചെയ്ത് കിട്ടുക പടത്തിൽ നിന്ന്. എൻ്റെ ആ കോസ്റ്റ്യൂമർ എൻ്റെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള നാട്ടിൽ ഇപ്പം മമ്മൂക്ക നടക്കുമ്പോൾ, ഇപ്പം അല്ല, ഒരു വർഷം മുമ്പ് വരെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, തലയിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഡോക്ടർ ബാദുഷ സാർ മുമ്പ് നടക്കും, മമ്മൂട്ടി പുറകെ നടക്കും. അങ്ങനെ മമ്മൂക്ക പോലും ബാദുഷ സാറിനെ തൊടാറായിട്ടില്ല. മനസ്സിലായോ? ഞാനിത് അസൂയ കൊണ്ട് പറയുകയല്ല കേട്ടോ. ഒരുമാതിരിപ്പെട്ട ആർട്ടിസ്റ്റുകളുടെ 3-4 വർഷമാണ്
ഡോക്ടറുടെ പോക്കറ്റിൽ കിടന്നിരുന്നത്. ആരെ വിളിച്ച് നമ്മൾ ഒരു 5 ദിവസം തരാനുണ്ട, ബാദുഷയെ വിളിക്കൂ, എൻ്റെ ഡേറ്റ് എല്ലാം ബാദുഷേരിയിലാണ്. അപ്പോൾ ബാദുഷ ചെയ്യുന്ന എന്താ, 60,000 രൂപ ദിവസം വാങ്ങിക്കുന്നവന് 1,00,000 രൂപ കൊടുക്കും. എന്നിട്ട് ഞാൻ ഓടിച്ചെല്ലാണ്, ബാദുഷ സഹായിക്കുന്നേ, ബായ് നിങ്ങളെ ഞാൻ സഹായിക്കാതിരിക്കും, എന്താ വേണ്ടേ, അല്ല മറ്റേ നടയില്ലേ തിരുവനന്തപുരത്തുള്ള ക്രാപ്പൻ, അവൻ്റെ ഒരു 5 ദിവസം വേണം. പിന്നെ എന്താ തരാം, എത്ര രൂപ, എങ്ങനെ റേറ്റ്, അയാളുടെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ, ഇല്ല 3,00,000 രൂപ പെർ ഡേ. മറ്റേ 60,000 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നവന് 75 ആക്കും ഇവൻ, 15 രൂപ കൂട്ടി കൊടുക്കും. അപ്പോൾ അവന് സന്തോഷം, നമ്മളൊന്നും അറിയണ്ടല്ലോ, പൈസ ബാദുഷ വാങ്ങിച്ചു തരുമല്ലോ. 75 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വിൽക്കുന്നത് 3,00,000 രൂപ പെർ ഡേ എന്ന് പറഞ്ഞാൽ വിറ്റ്. ഇവിടെ തിരുവനന്തപുരത്തുള്ളൊരു നടനെ അങ്ങനെ വിറ്റിരുന്നേ 3 രൂപ വെച്ച്. അയാളുടെ ഏതോ പത്രക്കാരൻ ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നീയൊക്കെ ഷെഡിലാവും, ഇപ്പോൾ ഷെഡിലായി കാണുമല്ലോ ഏറെക്കുറെ, കാരണം ഇവന് പടം ഇല്ലാതായപ്പോൾ. അപ്പോൾ ഇങ്ങനെയായിരുന്നു മലയാള സിനിമ കഴിഞ്ഞ 3-4 വർഷം ക്യാൻസർ പോലെ ബാധിച്ച ഒരു ശീലമായിരുന്നു ബാദുഷ കൊണ്ടുവന്നത്. എന്ന് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പം മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ ഡേറ്റ് മാത്രം പോരല്ലോ, ആ പടത്തിലെ ക്യാരക്ടറുകൾ ചെയ്യാനായിട്ട് ക്യാരക്ടർ ആക്ടേഴ്സ് വേണ്ടി അവരുടെ ഏതാണ്ട് എല്ലാവരുടെയും ഡേറ്റ് ബാദുഷ സാറിൻ്റെ പോക്കറ്റിലായിരുന്നു. അപ്പോൾ എന്ത് പറ്റും കേട്ടാൽ, സാറ് കടാക്ഷിക്കാതെ ഒരു സിനിമ നടക്കില്ല. മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ട്, പക്ഷേ അതിലൊരു ക്യാരക്ടർ റോളുണ്ട്. ആ റോള് എന്താ പറയുക ചെയ്യണമെങ്കിൽ മറ്റേ ഹരീഷ് കണാരൻ വേണം എന്ന് നമ്മൾ വിചാരിച്ചാൽ, ഹരീഷ് കണാരനെ വിളിക്കുമ്പോൾ എൻ്റെ ഡേറ്റ് എല്ലാം ഇക്കയുടെ കയ്യിലാണ്, ഡോക്ടർ ഇക്കയുടെ കയ്യിലാണ്, നിങ്ങൾ ഇക്കയെ ബന്ധപ്പെടും. അപ്പോൾ ഹരീഷ് കണാരൻ ഒരു ദിവസം 1,00,000 രൂപയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ 5 ദിവസത്തേക്ക് ചോദിച്ചാൽ പറയും, ഹരീഷ് കണാരന് 5 ദിവസമല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ ചേട്ടാ, ആരും പിണക്കൊന്നുമില്ല ബാദുഷ. പക്ഷേ I3 15 ലക്ഷം രൂപയാവും, TDS വേറെ എന്ന് പറയും. നിങ്ങൾ എന്നാലും ബാദുഷ വിശാല മനസ്കനല്ലേ, തന്നില്ലേ എന്ന് പറഞ്ഞ് 15 ലക്ഷം രൂപയ്ക്ക് 5 ദിവസത്തേക്ക് ഹരീഷ് കണാറിനെ വിളിക്കും. അതിൽ നിന്ന് 5 ലക്ഷം രൂപ ഹരീഷിന് കൊടുക്കും, 10 ലക്ഷം രൂപ ബാദുഷ സാറിൻ്റെ സ്വന്തം. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിരന്തരമായി അവന് പടം കൊടുക്കുകയല്ലേ, അവൻ്റെ ഇന്നൊരു 20 ലക്ഷം രൂപ കടം വാങ്ങിച്ചു, വീട് വയ്ക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. അത് തിരിച്ച് ചോദിച്ചതിലാണ് ഹരീഷ് കണാറിൻ്റെ കട്ടയും പടവും അടക്കിയത്. അപ്പോൾ ഹരീഷ് കണാരൻ വിചാരിച്ചത് ഞാൻ നെഗളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആൾക്ക് മടുത്ത് കാണും, എന്നെ അതുകൊണ്ട് ആരും വിളിക്കാത്തതെന്നാണ് വിചാരിച്ചത്. അല്ല, ബാദുഷ സാർ ചവിട്ടിയതാണെന്ന് ഇപ്പോഴാണ് ഹരീഷ് കണാരൻ പറയുന്നത്. എന്നോട് വിളിച്ചവരൊക്കെ പറയുന്നത് ഒരു എപ്പിസോഡ് അത് എന്നെ ചെയ്യണം സാറേ, ഈ വാരഫലത്തിൽ പറഞ്ഞാൽ പോരാന്നൊക്കെയാണ് പറഞ്ഞത്. വെറുതെ എന്തിനെ വല്ലവൻ്റെയൊക്കെ വായിരിക്കുന്ന കേൾക്കണേ. അവൻ ഇനിയിപ്പോൾ ഏതെങ്കിലും ചാനലിനെ കിട്ടുമ്പോൾ അതിൽ പറയും, ദിനേശ് എന്നെ വിളിച്ചിരുന്നു, ഒരു 5 ലക്ഷം രൂപ എന്നോട് ചോദിച്ചു, ഞാൻ കൊടുക്കാത്തതിൻ്റെ ചുരുക്കാണ് തീർത്തതെന്ന് പറയും. അല്ലെങ്കിൽ ഒരു പടം എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യിക്കൂ ബാദുഷ, ഡോക്ടർ ബാദുഷ സാറേ, എൻ്റെ മനോഹരമായ കഥകളുണ്ട് എന്ന് പറഞ്ഞു, ഞാൻ അയാൾക്ക് പടം കൊടുത്തില്ല, അതിൻ്റെ ചുരുക്കാണെന്ന് പറയും. എന്ത് വേണം പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.